ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിച്ച പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അയാൾ കുറച്ച് തിരക്കിലാണ്, കുറച്ച് പണിയുണ്ട്. ആതിരയാണ് നമുക്കൊപ്പം ഉള്ളത്. ഒരുപാട് വർഷം മുമ്പ് തന്നെ ആതിര ഈ വാഹനങ്ങൾ ഓടിച്ചിട്ട്, ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ വാഹനങ്ങൾ ഓടിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഈ പുറകെ കിടക്കുന്ന ബസ്സൊക്കെയാണ് അന്ന് ഓടിച്ച് വൈറലാക്കി കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആതിരയെ കാണുമ്പോൾ ആതിര ഇങ്ങനെ ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ആതിര. ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ്, ഈ റാലി ചാമ്പ്യൻഷിപ്പ് കാറാണ് പോയത്. അതെന്താണ് അതിന്റെ വിശേഷങ്ങൾ ആദ്യം പറയും. അതെ, ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു നാഷണൽ ലെവൽ റാലി. റാലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം സൈക്കിൾ റാലി ആണെന്ന് വരെ സംശയിച്ച് ചോദിച്ചവരുണ്ട്. അതല്ല, സ്പീഡിൽ കാർ ഓടിക്കുന്ന ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ ദൂരം ഏറ്റവും ഷോർട്ട് ടൈമിൽ കവർ ചെയ്യുന്ന ആളായിരിക്കും വിന്നർ. അതിന്റെ ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് വരാം. അപ്പം ഇങ്ങനെ അതൊരു എല്ലാ വർഷവും നടക്കുന്ന ഒരു 5-6 റൗണ്ടുകളായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്ത് നടക്കുന്ന ഒരു ഇവന്റ് ആണ്. അതില് നമ്മള് ലേഡീസിന്റെ സെക്ഷനിൽ 1 പിന്നെ ഓവറോൾ ഇത്തവണ ഫസ്റ്റ് റൗണ്ടില് 57 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു 9th പൊസിഷനും എന്റെ ക്ലാസ്സിൽ ഒരു 6ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഓ, ശരിക്കും. അല്ല, ഈ കുറെ വണ്ടികൾ ഓടിക്കാറുണ്ട്. പണ്ട് ഇതേപോലുള്ള വണ്ടികൾ ഓടിച്ചിട്ട് വൈറലായതാണ്. ഇപ്പം ഈ മണ്ണുമാന്തി എന്ന് പറയുന്നത് JCB അല്ല, ഇതിന്റെ പേരെന്താ സംഭവം? ബോബ്കാറ്റ് ആണ്. ബോബ്കാറ്റ്, അതായത് ബാക്കോലോഡർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ പൊതുവെ JCB എന്ന് അറിയപ്പെടുന്ന എങ്കിലും നമ്മൾ ഈ പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ് എന്ന് പറയാതെ കോൾഗേറ്റ് എന്ന് പറഞ്ഞ് ശീലിച്ചതുപോലെയാണ് ഈ JCB ആദ്യം വന്ന കമ്പനിയാണ്. ഇത് പലതരത്തിലുള്ള കമ്പനികളുണ്ട് ഈ മണ്ണുമാന്തി യന്ത്രത്തിന്. ഇതെല്ലാം ഓടിച്ചിട്ടുണ്ട് ആദ്യം. എല്ലാം എനിക്ക് ഒരു 2014 ഒരുപാട് ലൈസൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു വൈറൽ വീഡിയോ വന്ന എല്ലാവർക്കും നമ്മളെ അറിയാവുന്നേ. അതിന്റെ കൂടെ തന്നെ റെക്കോർഡ് ഉണ്ടായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെയും റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. യങ്ങസ്റ്റ് ലേഡി ഹാവിംഗ് മോസ്റ്റ് ലൈസൻസസ് ആൻഡ് കേരളാസ് ഫസ്റ്റ് മോട്ടോർ സ്പോർട്സ് ലേഡി. എത്ര ലൈസൻസ് ഉണ്ട് അപ്പോ? 7 ഉള്ളത്. 7 ഉള്ളൂ. നമുക്കൊക്കെ ഒരു ലൈസൻസേ ഉള്ളൂ. ആതിരയ്ക്ക് ഒരു 7 ലൈസൻസേ ഉള്ളൂ കേട്ടോ, പേടിക്കണ്ട. 7ഓളം ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്രൈസ് ചെറുപ്പത്തിൽ തുടങ്ങിയതാ, എന്താ സംഭവം? ഈ ക്രൈസ് തുടങ്ങാൻ കാരണം എന്താ? ക്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് അച്ഛൻ അത്യാവശ്യം വണ്ടിയായിട്ടുള്ള കണക്ഷനുള്ള ആളാണ്. KSRTC ഡ്രൈവർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ആയി. ഇപ്പൊ നമുക്ക് നാട്ടിൽ ബ്രദേഴ്സ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അച്ഛന്റെ ചേട്ടന്റെ മോന് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് നടത്തുന്നത്. പൊതുവെ ഒരു വണ്ടി ഫാമിലിയാണ് ഞങ്ങളുടെ. അപ്പം ഒരു വണ്ടി പ്രാന്തമുള്ള ആൾക്കാരാണ്. അതെ.